ഹലോ ചെങ്ങായിമാരെ, അമീറാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കുന്നംകുളത്ത് യൂണിയനിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ മധുചേട്ടനുണ്ട്. മധുചേട്ടനക്ക് നല്ലൊരു അടിച്ചാപ്പിൾ ഇന്നോവ വേണം. ആൾക്ക് ലോ ബഡ്ജറ്റിൽ ചെറിയൊരു വണ്ടി മതി എന്ന് പറഞ്ഞ് ഇന്നോവന് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെറിയൊരു വണ്ടി, പക്ഷെ നല്ല വണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ UP ഉണ്ടാകുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നല്ലൊരു അടിച്ചാപ്പിളി വണ്ടി പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ലോ ബഡ്ജറ്റിൽ 10, 9, 12 വി ആയാലും G4 ആയാലും അതേപോലെ തന്നെ ഫോർച്യൂണർ ആയാലും ആവശ്യമുള്ളവർ നമ്മളെ ബന്ധപ്പെടുക. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും വിളിച്ചാലും നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരും. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ കസ്റ്റമർക്ക് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് ഫുൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് എടുത്തു കൊടുക്കുന്ന വണ്ടിയാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂർ വണ്ടി ലോഡ് ഇറങ്ങിയിട്ട് നമ്മളിത് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്കിതിലൊരു എന്താ വെച്ചാൽ നമുക്കിതിലൊരു കാര്യം കാണാൻ സാധിച്ചു. ഇങ്ങനെ ഇതിൽ നമ്മൾ മൈലേജിൻ്റെ ഇത് നോക്കും, 1 ലിറ്റർ ഡീസലിൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിലിങ്ങനെ കാണിക്കുന്നത് 13.8 കിലോമീറ്റർ ആവറേജ് മൈലേജ് കാണിക്കുന്നത്. അപ്പോൾ മധുവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനാണ്, മൂപ്പർക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ 13.8 കിലോമീറ്റർ ഇതിൽ മൈലേജും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മധുവേട്ടന് അടിച്ചാപ്പൊളി വണ്ടി തന്നെയാണ്. ബോഡി വർക്ക് മാത്രം എടുത്താൽ മതി, വേറെ സീനൊന്നുമില്ല. ഇൻറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുന്നത്. കാണുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഇൻറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി ആണോ. ഇൻറ്റീരിയലൊക്കെ പക്കയാണ്, പക്ഷെ ബോഡിയിൽ മേലെ എന്തായാലും 2010, 11, 12 വണ്ടികൾക്കൊക്കെ ചില വണ്ടികൾ എന്തായാലും ഫുള്ളായി പെയിൻ്റ് അടിക്കേണ്ടി വരും. ചില വണ്ടികൾ ടച്ചിങ് പോളിഷ് ചെയ്താൽ മതി. ഇതിൻ്റെ ടോപ്പൊക്കെ നോക്കും. നമ്മളിത് ഇന്നലെ ലോഡ് രാത്രി വന്നിറങ്ങിയതാണ്. ഒരു പോളിഷോ ടച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ അറിയാം. സീറ്റ് ഒന്നും ചെയ്യേണ്ടിയില്ല, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് വർക്കാണ് ഇതിലുള്ളത്. ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്താൽ മതി, ഒരു മാറ്റങ്ങളും മാറ്റിയിട്ടില്ല. കാരണം അന്ന് കമ്പനി ഇറക്കിയിട്ടുള്ള അതേ സെറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഒന്നും മാറ്റിയിട്ടില്ല. ഇതിൻ്റെ ഇഞ്ചിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബോണറ്റ് ഒറിജിനൽ ബോണറ്റാണ്. നമുക്ക് ടൈപ്പ് 4 ആക്കിയിട്ടില്ല. ഇതാൾ ടൈപ്പ് 4 ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നോട്. ഇഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനൽ വണ്ടി. 2011 G4. ഇഞ്ചിൻ ഭാഗത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കഴുകി വൃത്തിയാക്കി പോളിഷ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 2011 V ആട്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം ഇഞ്ചിൻ്റെ ക്വാളിറ്റി വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയലും ഒറിജിനൽ വണ്ടി എന്ന് തന്നെ പറയാം. നമുക്കിതിൽ ഒന്നും മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ, വേറെ ഒരു സാധനം റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇപ്പോൾ UP ന്നൊക്കെ വണ്ടികൾ വരുമ്പോഴേ ഈ ഏറ്റവും 10, 11, 12 മോഡലൊക്കെ വണ്ടികൾ വരുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടുകളിൽ നിന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വണ്ടി നമ്മൾ മധുചേട്ടൻ്റെ അടുത്തുകളാണ്, കുന്നംകുളത്തുള്ള യൂണിയനിലുള്ള 2011 വണ്ടിയാണ്. ഇതിനുള്ള ഏകദേശം ഇത് കണ്ടോ, 2011 വണ്ടി ആയതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ബമ്പർ പൊട്ടിയിട്ടുണ്ട്. വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ടൈലൈറ്റ് ഉണ്ട്. സൈഡിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ടച്ചിങ് പോളിഷ് നിർബന്ധമാണ്. അപ്പം ഞാൻ എല്ലാ കസ്റ്റമറോട് പറയാറുണ്ട്, ഈ 2011, 12, 13 ഇന്നോവകളൊക്കെ എടുക്കുമ്പോൾ ടച്ചിങ് പോളിഷ് നിർബന്ധമാണ്. കാരണം അവിടെ ഇത്ര ക്വാളിറ്റിയിൽ നമുക്ക് ബോഡി ക്വാളിറ്റി ഇങ്ങനെ കിട്ടുള്ളൂ. കാരണം അങ്ങനെ നല്ല റഷായിട്ട് തിരക്കുള്ള റോട്ടിൽ കൂടി വണ്ടി ഓടിക്കുക. അവർ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തട്ടുമുട്ടൊന്നും അവർ കാര്യമാക്കില്ല ടൗണിൽ കൂടി വണ്ടി ഓടിക്കണവർ. ഇത് രാജസ്ഥാനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇങ്ങനത്തെ വണ്ടികളൊക്കെ പുറം ഭാഗം എങ്ങനെയാണെങ്കിലും എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഉള്ളിലത്തെ ഇൻറ്റീരിയലായാലും ഇഞ്ചിൻ പെർഫോമൻസ് ആയാലും ഒരു രക്ഷ ഉണ്ടാവില്ല. 100% നമുക്ക് കസ്റ്റമർക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റും. ചങ്ങായിമാരെ, മുന്നൊക്കെ നമുക്ക് കഴിഞ്ഞ മാസം വരെ നമുക്ക് ഡബിളായിട്ട് സർക്കാർ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഴയ വണ്ടികൾ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ ടാക്സ് ഇപ്പം അന്ന് 8,000 രൂപ ഉണ്ടായിരുന്നുള്ള ഡബിൾ 16,000 രൂപ 17,000 രൂപ ഒക്കെ ഇന്നോവക്ക് രണ്ടാമത് 5 വർഷത്തെ ടാക്സ് പുതിയതായിട്ട് എടുക്കുമ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഴയ പോലെ തന്നെ സർക്കാർ കുറച്ചിട്ടുണ്ട്. വെറും 8,000 രൂപ കൊടുത്താൽ നമുക്ക് റീടെസ്റ്റ് അടിക്കുമ്പോൾ ടാക്സ് അടക്കം വീണ്ടും 5 വർഷത്തെ പേപ്പർ നമുക്ക് കിട്ടും. അപ്പോൾ സുഖമായിട്ട് 2009, 10, 11 വണ്ടികളൊക്കെ നമുക്ക് ഇന്നോവ എടുത്താൽ 16,000 രൂപ എന്നുള്ളത് 8,000 രൂപയിലേക്ക് വീണ്ടും
തിരിച്ച് പഴയ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ വിളിച്ചാൽ നമ്മൾ നല്ല വണ്ടികൾ കൊടുന്നു തരും. ഫുള്ളായിട്ട് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഡെലിവറി ചെയ്തു തരും. അപ്പോൾ നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ വിളിച്ചാൽ നമ്മൾ നല്ല വണ്ടികൾ കൊടുന്നു തരും. ഫുള്ളായിട്ട് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഡെലിവറി ചെയ്തു തരും കേരളത്തിൽ.